സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിന് സംഭവിച്ച പിഴവുകൾ രാഷ്ട്രീയ വിവാദമാകുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-ന് കമ്മീഷനിലെ ഒഴിവുകളിലേക്ക് 4 അംഗങ്ങളെ നിയമിച്ചിരുന്നു. ഇതിൽ CPI പ്രതിനിധിയായി നിയമിതയായ ഇ.ടി. കെ. ഷീല നിയമനം ലഭിച്ച് 7 മാസത്തിനുള്ളിൽ തന്നെ വിരമിക്കേണ്ടി വന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയുമാണ്. പ്രായപരിധി കണക്കിലെടുക്കാതെ നിയമനം നടത്തിയതിലൂടെ പാർട്ടി പ്രതിനിധിയുടെ 4.5 വർഷത്തെ സേവനകാലമാണ് നഷ്ടമായത്. ഇത് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 2013-ലെ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം അനുസരിച്ചാണ് കേരളത്തിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ രൂപീകരിച്ചത്. അംഗങ്ങൾക്ക് ഓണറേറിയം, ഇന്ധനച്ചെലവ്, ഡ്രൈവർ ശമ്പളം എന്നിവയുൾപ്പെടെ 70,000 രൂപയോളം പ്രതിമാസം ആനുകൂല്യങ്ങളായി ലഭിക്കുന്നുണ്ട്. ഇത്തരം നിയമനങ്ങൾ UDFന് ഭരണമാറ്റം വരുന്ന സാഹചര്യത്തിൽ വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.